ഹലോ, വെൽക്കം ടു ആൽഗോസ് മെൻറ്റർ. നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ലീറ്റ് കോഡ് 217th പ്രോബ്ലമാണ്, കണ്ടെയ്ൻസ് ഡ്യൂപ്ലിക്കേറ്റ്. ഞാൻ ഈ പ്രോബ്ലം ചൂസ് ചെയ്യാൻ കാരണം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് വെച്ചിട്ടും ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പ്രോബ്ലം എന്താണ്? ഗിവൻ ആൻ ഇൻറ്റീജർ അറേ നംസ്, റിട്ടേൺ ട്രൂ ഇഫ് എനി വാല്യൂ അപ്പിയേഴ്സ് അറ്റ് ലീസ്റ്റ് ട്വൈസ്, റിട്ടേൺ ഫോൾസ് ഇഫ് എവറി എലിമെൻറ്റ് ഇസ് ഡിസ്റ്റിങ്ക്റ്റ്. എന്ന് വെച്ചാൽ ഇതിൽ ഒരു നമ്പർ ഓഫ് എലമെൻറ്റ്സ് തന്നിട്ട് ഒരു അറേ തന്നിട്ടുണ്ട്. ആ അറേയിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ട്രൂ റിട്ടേൺ ചെയ്യണം. കാരണം ഇവിടെ 1 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഔട്ട്പുട്ട് ട്രൂ. എക്സാമ്പിൾ 2 നോക്ക്, 1 2 3 4 എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഇല്ല. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഫോൾസ്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? ഇനീഷ്യലി നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്തായിരിക്കും? ഓരോ എലമെൻറ്റും ബാക്കി എലമെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുക അല്ലേ? 1 2 3 1 ആദ്യം 1ഉം 2ഉം സെയിം ആണോ നോക്കും, അല്ല. 1ഉം 3ഉം സെയിം ആണോ നോക്കും, അല്ല. 1ഉം 1ഉം സെയിം ആണോ, ആണ്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ ഔട്ട്പുട്ട് ഫോൾസ് എന്ന് കൊടുക്കും. ഔട്ട്പുട്ട് ട്രൂ എന്ന് കൊടുക്കും. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യാനാണ് പറയുന്നത്. ഔട്ട്പുട്ട് ട്രൂ എന്ന് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ഇനിയിപ്പോൾ 1 2 3 4 ആണെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം 1ഉം 2ഉം കമ്പയർ ചെയ്യും, 1ഉം 3ഉം കമ്പയർ ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. 1ഉം 4ഉം കമ്പയർ ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. 2ഉം 3ഉം കമ്പയർ ചെയ്യും. 2ഉം 1ഉം വീണ്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 1ൻ്റെ ഇറ്ററേഷനിൽ 2 ഓൾറെഡി കമ്പയർഡ് ആണ്. 2ഉം 3ഉം കമ്പയർ ചെയ്യും, 2ഉം 4ഉം കമ്പയർ ചെയ്യും, ബാക്കിയുള്ളത് 3ഉം 4ഉം കമ്പയർ ചെയ്യും. എല്ലാ ഇറ്ററേഷനും കഴിഞ്ഞു, ഒരു ഡ്യൂപ്ലിക്കേറ്റ് എലമെൻസും ഇല്ല. അപ്പോൾ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇതാണ് നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്ന സൊല്യൂഷൻ. ഇതിൻ്റെ സ്യൂഡോ കോഡ് എങ്ങനെ എഴുതും? അഫ്കോഴ്സ് 2 ലൂപ്പ് വേണ്ടി വരും അല്ലേ? നമ്മളെല്ലാ നമ്പറും ബാക്കി എല്ലാ നമ്പേഴ്സുമായിട്ടും കമ്പയർ ചെയ്യാണ്. ഫോർ i = 0, i less than n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കേട്ടോ. i ++ 4, j = എന്ത് വരും? എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എല്ലാ നമ്പറും ഇപ്പോൾ 2 നമ്മൾ 1ഉമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ j = 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. j എവിടെ നിന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓരോ നമ്പറും അതിൻ്റെ തൊട്ട് ശേഷമുള്ള നെക്സ്റ്റ് എലിമെൻറ്റ് മുതൽ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ j = i + 1 എന്ന് വെച്ചാൽ 1 ആകുമ്പോൾ 2 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 1 2 1 3 1 4. ഇപ്പോൾ 2 ആണ്, i = 1 എന്ന് വെച്ചാൽ 2 വരും, എലിമെൻറ്റ് 2. എലിമെൻറ്റ് 2 ആകുമ്പോൾ 3 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ പോരെ. അപ്പോൾ 2 + 1 3. അപ്പോൾ j = i + 1, j less than n, j ++ if a of i അല്ലെങ്കിൽ നംസ് അല്ലേ ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ നംസ് ആണെങ്കിൽ നംസ് ഓഫ് ഐ, അല്ലെങ്കിൽ എ എന്നാണ് അറിയേണ്ട നെയിമെങ്കിൽ എ ഓഫ് ഐ = എ ഓഫ് ജെ. എപ്പോഴെങ്കിലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ എന്ത് റിട്ടേൺ ചെയ്യണം? ട്രൂ. എന്ന് വെച്ചാൽ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഉണ്ടെന്ന്. ഇനിയിപ്പോൾ അതല്ല, ഇതൊക്കെ എക്സിക്യൂട്ടായിട്ട് ട്രൂ എവിടെ റിട്ടേൺ ആയില്ല, എല്ലാ കമ്പാരിസണും നടന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് പോലും ഇല്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ അറ്റ് ദി എൻഡ് നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യാം? റിട്ടേൺ ഫോൾസ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സും ഇല്ല എന്ന് റിട്ടേൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സൊല്യൂഷൻ. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ത് വരും? 2 ലൂപ്സ് ഉണ്ട്. ഓരോ എലമെൻറ്റും 2 ലൂപ്സ് ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്താണ്? ഓർഡർ ഓഫ് n² ആണ് മോസ്റ്റ് ഓഫ് ദ കേസിലും. അപ്പോൾ അല്ലെങ്കിലും നമുക്കിപ്പോൾ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിലും ഓരോ എലമെൻറ്റും ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സിനായിട്ട് മോസ്റ്റ് ഓഫ് ദി എലമെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ എലമെൻറ്റും ഇപ്പോൾ ഈ ഫസ്റ്റ് ലൂപ്പ് i = 0, i less than n ++ എന്ന് വെച്ചാൽ ടോട്ടൽ എല്ലാ എലമെൻറ്റ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് n വരും. n × ഓരോ എലമെൻറ്റും ബാക്കി മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സുമായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ n × n എന്ന് വെച്ചാൽ ഓർഡർ ഓഫ് n² വരും. ഇതാണ് ഇതിൻ്റെ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ സൊല്യൂഷൻ എന്താ വരിക? നമുക്ക് ഓരോ എലമെൻറ്റും ബാക്കി എല്ലാ എലമെൻറ്റുമായിട്ടും കമ്പയർ ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇതിനെ സോർട്ട് ചെയ്താൽ പോരെ. ഇതിനെ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഒക്കെ അടുത്തേക്ക് വരില്ലേ? 1 1 2 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ എലമെൻറ്റ്സും ബാക്കി എല്ലാ എലമെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, തൊട്ടു നെക്സ്റ്റ് വരുന്ന എലമെൻറ്റുമായിട്ട് മാത്രം കമ്പയർ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക എന്താണ്? arrays ഡോട്ട് സോർട്ട്. ഇപ്പോൾ നംസ് ആണ് അറേയുടെ പേരെങ്കിൽ നംസ്. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ എലമെൻറ്റും
ഫോർ ഐ ഈക്വൽ ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഐ ലെസ് ദാൻ n-1 i പ്ലസ് പ്ലസ് if nums of i ഈക്വൽ ടു nums of i പ്ലസ് 1 മാത്രം ചെക്ക് ചെയ്താൽ മതി. എന്നുവെച്ചാൽ 1 ഈസ് ഈക്വൽ ടു 1, ഫസ്റ്റത്തെ എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും കമ്പയർ ചെയ്യാം. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ട്രൂ, അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫോൾസ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എല്ലാ എക്സിക്യൂഷൻ കഴിഞ്ഞു എന്നിട്ടും ഒരു ഈക്വലും കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഫോൾസ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ നമ്മൾ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 0, 1 ചെക്ക് ചെയ്യും, ട്രൂ ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ ട്രൂ ആയി. ഇനിയിപ്പോൾ നമ്മൾ 1, 2, 3, 4 ആണ് എക്സാമ്പിൾ എടുക്കണമെന്ന് വിചാരിക്കുക. ആദ്യം ഐ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 1 വരും. നംസ് ഓഫ് ഐ ഈക്വൽ ടു nums of i പ്ലസ് 1 എന്ന് വെച്ചാൽ 1ഉം 2ഉം കമ്പയർ ചെയ്യും. 1ഉം 2ഉം റിട്ടേൺ ഈക്വൽ ആണോ അല്ല, നമ്മൾ വീണ്ടും ലൂപ്പിലേക്ക് പോകും. ഐ ഈക്വൽ ടു 1 വരും. ഐ ഈക്വൽ ടു 1 വരും. 1 വരുമ്പോൾ 2 വരും. 2ഉം 3ഉം ഐ പ്ലസ് 1 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് എലമെൻറ്റ് 3. അപ്പോൾ 2ഉം 3ഉം കമ്പയർ ചെയ്യും, അതും ഈക്വൽ അല്ല. നെക്സ്റ്റ് ഐ ഈക്വൽ ടു 2 വരും. 2ഉം എന്ന് വെച്ചാൽ 3ഉം പിന്നെ ഐ പ്ലസ് 1 എന്ന് പറയുമ്പോൾ 4, 3ഉം 4ഉം കൂടി കമ്പയർ ചെയ്യും, അതും ഈക്വൽ അല്ല. പിന്നെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ ഒന്നുമില്ല. കാരണം നെക്സ്റ്റ് 4 വന്നു കഴിഞ്ഞാൽ 4 ആണ് nums of i വരിക. 4 + 1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഐ ഈക്വൽ ടു 3 വരും. ഐ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ nums of i എന്ന് പറയുന്നത് 4 ആണ് വരിക. nums of i പ്ലസ് 1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഇവിടെ ഇല്ല. കാരണം i 3 ആണ്, nums of 4 എന്ന് പറയുന്ന ഇവിടെ എലമെൻറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ കണ്ടീഷൻ ലെസ് ദാൻ n-1 ഇട്ടത്. എന്നിൻ്റെ വാല്യൂ എന്താ? 4 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ i ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ 2 വരെ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ഐ ഈക്വൽ ടു 2 വരെ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ഇതുവരെ എക്സിക്യൂട്ട് ആവുള്ളൂ. എന്ന് വെച്ചാൽ 3ഉം 4ഉം കമ്പയർ ചെയ്യും. അതാണ് നമുക്ക് ലാസ്റ്റ് വേണ്ടത്. അല്ലാണ്ട് 4ന് ഇനി വേറെ കമ്പാരിസൺ ഒന്നുമില്ല. നമുക്ക് 4 എവിടെയും വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ ഐ ലെസ് ദാൻ n-1 ഇടുന്നത്. ഞാനിപ്പോൾ ഇതിന് പകരം ഐ ലെസ് ദാൻ n എന്നാണ് ഇടുന്നത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 4 ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. കാരണം ഈ കോഡ് ക്രാഷ് ആവും. കാരണം 4 വരും. ഐ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ nums of i എന്ന് പറയുന്നത് 4 വരും. പക്ഷേ nums of i പ്ലസ് 1 എന്ന് വെച്ചാൽ nums of 4, അങ്ങനെ ഒരു വാല്യൂ ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് കോഡ് പൊട്ടും. അതുകൊണ്ടാണ് ഐ ലെസ് ദാൻ n-1 ഇട്ടത്. എന്ന് വെച്ചാൽ സെക്കൻഡ് ലാസ്റ്റ് കമ്പാരിസൺ വരെ മതി. ഇതുവരെ നമുക്ക് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ത് വരും? സോർട്ട് ചെയ്യാനുള്ള ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n log n ആണ്. പ്ലസ് ഇവിടെ ഒരു അറേ വന്നിട്ടുണ്ട്, ലൂപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ n, അപ്പോൾ ഓർഡർ ഓഫ് n log n പ്ലസ് ഓർഡർ ഓഫ് n എന്ന് വരും. ഇതാണ് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. ഇതാണ് സെക്കൻഡ് സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് സൊല്യൂഷൻ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് എല്ലാം വെച്ച് കമ്പയർ ചെയ്യുക. അപ്പോൾ ഓർഡർ ഓഫ് n² വരും. രണ്ടാമത്തെ സൊല്യൂഷൻ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് നമുക്ക് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എലമെൻറ്റ്സിനും ഒരുമിച്ച് നിർത്താൻ പറ്റും. എന്നിട്ട് നെക്സ്റ്റ് എലമെൻറ്റ് മാത്രം വെച്ചിട്ട് കമ്പയർ ചെയ്താൽ മതി. ഇനി തേർഡ് സൊല്യൂഷൻ, നമുക്കിതിനെ ഹാഷ് സെറ്റ് വെച്ച് ചെയ്തൂടെ? ഹാഷ് സെറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇതൊരു ഡാറ്റ സ്ട്രക്ചറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അറേ പോലെ തന്നെയാണ്. ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് നമുക്ക് ഒരു സെയിം ടൈപ്പുള്ള സെറ്റ് ഓഫ് എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സിന് ഇത് സ്റ്റോർ ചെയ്യില്ല. എല്ലാ എലമെൻറ്റും ഇതിലേക്ക് ആഡ് ചെയ്യുന്ന എല്ലാ എലമെൻറ്റും ഒറ്റ തവണയേ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ 1, 2, 3, 4 എന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4 4 എലമെൻറ്റ് സെറ്റിൽ കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ 1, 1, 2, 3 എന്ന് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആ സെറ്റിലാകെ 1, 2, 3 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. 1, 1, 2, 3 എന്ന് ഉണ്ടാവില്ല. അതാണ് ഹാഷ് സെറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ക്വസ്റ്റ്യൻസൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ ഹാഷ് സെറ്റും ഹാഷ് മാപ്പ് ഒക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഹാഷ് സെറ്റ് വെച്ചിട്ട് ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. ഹാഷ് സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ഡാറ്റ സ്ട്രക്ചർ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യില്ല. സെയിം ലൈക്ക് അറേ തന്നെയാണ്. പക്ഷേ അറേക്ക് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഹാഷ് സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്തൂടെ? കാരണം ഓരോ തവണ സെറ്റിലോട്ട് ആഡ് ചെയ്യുമ്പോഴും അത് ഉണ്ടോയെന്ന് അതിൽ ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം, 2 വേസ് ഉണ്ട്. ഒരു വേ എന്ന് പറയുന്നത് നമ്മൾ ഓരോ തവണ സെറ്റിലോട്ട് ആഡ് ചെയ്യുമ്പോഴും അതിൽ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ഒരു ബിൽറ്റ് ഇൻ മെത്തേഡ് ഉണ്ട്, .contains എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യുമ്പോൾ ആ വാല്യൂ അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ .contains സഹായിക്കും. അപ്പോൾ ആ വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ റിട്ടേൺ ട്രൂ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? നമ്മൾ എല്ലാ എലമെൻറ്റ്സും സെറ്റിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ സെറ്റിൻ്റെ സൈസും അറേയുടെ സൈസും കൂടി കമ്പയർ ചെയ്യുക.
ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് പറ്റാത്തത് കൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻ്റ് ഉള്ള അറേയാണ് നമ്മൾ സേവ് ചെയ്യണതെങ്കിൽ അഫ്കോഴ്സ് സെറ്റിൻ്റെ സൈസ് കുറവായിരിക്കും അറേനേക്കാളും. അപ്പോൾ എല്ലാ എലമെൻറ്റും ആഡ് ചെയ്തിട്ട് അറേയുടെ സൈസും സെറ്റിൻ്റെ സൈസും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതാണ് 2 മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് മെത്തേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ആദ്യം ഒരു സെറ്റ് എടുക്കും. ഈ സെറ്റിലോട്ട് 1 2 3 1 നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ 1 ആഡ് ചെയ്യും. 1 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും സെറ്റിൽ 1 ഉണ്ടോ ഇല്ല. ഇപ്പം നമ്മൾ 1 ആഡ് ചെയ്യും. 2 ഉണ്ടോ നോക്കും, 2 ഇല്ല, നമ്മൾ 2 ആഡ് ചെയ്യും. 3 ഉണ്ടോ നോക്കും, 3 ഇല്ല, 3 ആഡ് ചെയ്യും. വീണ്ടും 1 ഉണ്ടോ നോക്കും, 1 ഉണ്ട്, ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ നമ്മൾ 1 ആഡ് ചെയ്യാതെ ഡയറക്റ്റ് റിട്ടേൺ ട്രൂ ചെയ്യും. ഇനിയിപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം ഫോൾസ് റിട്ടേൺ ചെയ്യും. എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഇല്ല. ഓക്കെ, ഇതിൻ്റെ കോഡ് എങ്ങനെ എഴുതാം? ഹാഷ് സെറ്റ്. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ഏതാണ്? ഇൻറ്റിജറാണ്. സെറ്റ് ഈക്വൽ ടു ന്യൂ ഹാഷ് സെറ്റ്. ഓരോ തവണയും നമ്മൾ എലമെൻറ്റ് ചെക്ക് ചെയ്യാം. i less than n, i plus plus, if set dot contains എന്ന് വെച്ചാൽ എലമെൻ്റ് ഉണ്ടോ എന്ന് സഹായിക്കും, ചെക്ക് ചെയ്യാൻ സഹായിക്കും. nums of i ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് റിട്ടേൺ ട്രൂ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെറ്റിലോട്ട് എല്ലാ എലമെൻറ്റിനെയും നമ്മൾ സെറ്റ് ഡോട്ട് ആഡ് എല്ലാ എലമെൻറ്റിനെയും പിടിച്ച് ആഡ് ചെയ്യും. ഇനി ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തു, എല്ലാം ആഡ് ചെയ്തു, അതിനർത്ഥം ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻഡ് ഓഫ് ദി കോഡ് നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്? എല്ലാ എലമെൻറ്റ്സും ആഡ് ചെയ്യുന്നു, എല്ലാ എലമെൻറ്റും ഒറ്റ തവണ ഇറ്ററേറ്റ് ചെയ്യുന്നു. സോ ഓർഡർ ഓഫ് n. സ്പേസ് കോംപ്ലക്സിറ്റി എത്രയാണ്? നമ്മൾ എല്ലാ എലമെൻറ്റ്സും ഏതിലോട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്? സെറ്റിലോട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾ എല്ലാ എലമെൻറ്റ്സും എന്തായാലും സെറ്റിലോട്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ വേസ്റ്റ് കേസിൽ സ്പേസ് കോംപ്ലക്സിറ്റി എന്ത് വരും? ഓർഡർ ഓഫ് n തന്നെ വരും. എന്നുവെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, ഇനി ഇത് ഹാഷ് സെറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഹാഷ് മാപ്പ് വെച്ചിട്ട് ചെയ്തൂടെ? ഇതിൻ്റെ വേറൊരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. അതിനെ കോഡ് ഞാൻ എഴുതുന്നില്ല, സിമ്പിളാണ്. ഈ കണ്ടെയ്ൻസും ചെക്ക് ചെയ്യാതിന് പകരം എല്ലാ എലമെൻറ്റ്സും കൊണ്ടുപോയിട്ട് സെറ്റിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക if set dot size equal to array dot length. രണ്ടിൻ്റെയും സൈസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. സെയിം ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫോൾസ്, എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ട്രൂ. ഓക്കെ, അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി ഫോർത്താണ് ഹാഷ് മാപ്പ്. ഹാഷ് മാപ്പും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പക്ഷേ സെറ്റ് മാപ്പ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സെറ്റിൽ ഒരു സെറ്റ് ഓഫ് 1 എലമെൻറ്റ് അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. മാപ്പിൽ നമ്മൾ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. 2 വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ മാപ്പിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ വാല്യൂ ഇത് കൗണ്ടിന് സെറ്റ് ചെയ്തൂടെ? അപ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ? ഇപ്പോൾ 1 ആഡ് ചെയ്തു, 1 എത്ര? 1 ഒരു പ്രാവശ്യം. 2 ആഡ് ചെയ്തു, 2 ഒരു പ്രാവശ്യം. 3 ആഡ് ചെയ്തു, 3 ഒരു പ്രാവശ്യം. വീണ്ടും 1 വരും. 1 ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഓക്കെ, 1 എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്കപ്പോൾ തന്നെ റിട്ടേൺ എന്ത് ചെയ്യാൻ പറ്റും? റിട്ടേൺ ട്രൂ ചെയ്യാൻ പറ്റും. കാരണം ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൗണ്ട് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അല്ല ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കും. നമ്പർ ഓഫ് ഒക്കറൻസ് 3 or more ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മാപ്പാണ് യൂസ്ഫുൾ ആവുക. കാരണം ഓരോ തവണ ആഡ് ചെയ്യുമ്പോഴും നമ്മൾ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെക്ക് നമ്പർ ഓഫ് ഒക്കറൻസ് ഈസ് 3 or more അങ്ങനെയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ 1 2 3 1 1 1 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ആദ്യം 1 ആഡ് ചെയ്യുമ്പോൾ 1 കൗണ്ട് കൊടുക്കും. 2 ആഡ് ചെയ്തു, 2 3. നെക്സ്റ്റ് 1 വരുമ്പോൾ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ 1 2 ടൈംസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് 1 ആഡ് ചെയ്യുമ്പോൾ വീണ്ടും 3 ഇൻക്രിമെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് 1 ആഡ് ചെയ്യുമ്പോൾ വീണ്ടും 4 ഇൻക്രിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ കൗണ്ട്, ഈ വാല്യൂ, ഈ ഭാഗത്തെ ഈ വാല്യൂവിൽ 3നേക്കാളും കൂടുതലാണോ വാല്യൂ ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക. ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുക, എന്ത്? ട്രൂന്ന് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കേസിലാണ് മെയിനായിട്ട് ഈ മാപ്പ് യൂസ്ഫുൾ ആവുക, കൗണ്ട് സേവ് ചെയ്യുന്നതിൻ്റെ. ഇവിടെയും അത് വെച്ച് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഓരോ തവണ ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണെങ്കിൽ ഓരോ തവണ നമ്മളിപ്പോൾ ഇവിടെ സെറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത പോലെ മാപ്പിലും കണ്ടെയ്ൻസ് കീ എന്ന് പറയുന്നത് ഈ വാല്യൂ, ഈ ലെഫ്റ്റ് സൈഡത്തെ ഈ വാല്യൂ ആണ് ചെക്ക് ചെയ്യുക. കണ്ടെയ്ൻസ് വാല്യൂ എന്ന് പറയുന്നത് ഈ പേരത്തെ റൈറ്റ് സൈഡത്തെ വാല്യൂ ആണ് ചെക്ക് ചെയ്യുക. നമ്മൾ ഓരോ തവണയും ആഡ് ചെയ്യുമ്പോൾ കണ്ടെയ്ൻസ് കീ അങ്ങനെ ഒരു വാല്യൂ, അങ്ങനെ ഒരു കീ മാപ്പിലുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഉണ്ടെങ്കിൽ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ,
അപ്പോൾ രണ്ടാമത്തെ പറഞ്ഞ ഓൾട്ടർനേറ്റ് ഒരു പ്രോബ്ലമാണ് നമ്പർ ഓഫ് ഒക്കറൻസ് 1 അല്ല, മോർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കൗണ്ട് ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കും ഓരോ തവണ വരുമ്പോഴും. എന്നിട്ട് അപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം, ഓരോ തവണ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക ഇഫ് കണ്ടെയ്ൻസ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 2, അല്ലെങ്കിൽ 2 ആണ് ക്വസ്റ്റ്യനിൽ, 2 ഓർ മോർ ആണെങ്കിൽ കണ്ടെയ്ൻസ് വാല്യൂ ഇസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് റിട്ടേൺ ട്രൂ ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം നമ്മളെങ്ങനെ സോൾവ് ചെയ്യും, എങ്ങനെ സ്യൂട്ട് കൊടുക്കൊണ്ട് എഴുതാം. ഹാഷ് മാപ്പ് എന്തൊക്കെയാണ് സേവ് ചെയ്യുന്നത്, ഒരു ഇൻറ്റീജർ, അതിനുള്ള കൗണ്ട് എന്ന് പറയുന്നത് ഇൻറ്റീജർ തന്നെയാണ്. അപ്പോൾ ഇൻറ്റീജർ മാപ്പ് ഈസ് ഈക്വൽ ടു ന്യൂ ഹാഷ് മാപ്പ്. ഓരോ തവണയും അറേയിലോട്ട് അറേ ആഡ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുക i ലെസ് ദാൻ n, i പ്ലസ് പ്ലസ് ഇഫ് map dot contains key nums of I, ഈ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ട്രൂ എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് എക്സിസ്റ്റിംഗ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈ മാപ്പിലോട്ട് ആ നമ്പറിനെയും കൗണ്ട് 1 ആഡ് ചെയ്യാം. ഇനി എല്ലാ എലമെൻറ്റ്സും ആഡ് ചെയ്തു എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല, അങ്ങനെയാണെങ്കിൽ എൻഡിൽ നമ്മൾ റിട്ടേൺ ഫോൾസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് സൊല്യൂഷൻ. ഇതും ടൈം കോംപ്ലക്സിറ്റി എന്താ വരിക, എല്ലാം ഒറ്റ തവണയാണ് ട്രാവേഴ്സ് ചെയ്യുന്നത്. സോ ഓർഡർ ഓഫ് n. സ്പേസ് കോംപ്ലക്സിറ്റി മാക്സിമം വേഴ്സ്റ്റ് കേസിൽ മാപ്പിലേക്ക് എല്ലാം ആഡ് ചെയ്യേണ്ടി വരും. അപ്പോഴും സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n തന്നെയാണ്. ഓക്കെ, സെറ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ എഴുതിയ സെയിം സ്യൂഡോ കോഡ് തന്നെയാണ്. സെറ്റ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യും, എന്നിട്ട് ഓരോ തവണ സെറ്റിലോട്ട് ആഡ് ചെയ്യുമ്പോഴും ചെക്ക് ചെയ്യും. അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ട്രൂ റിട്ടേൺ ചെയ്യും. അതല്ല ഒന്നും എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ആ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഓക്കെ, ഇതാണ് സൊല്യൂഷൻ. ഇതാണ് ഇതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഇതുപോലെ നമുക്ക് മാപ്പ് വെച്ചിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സെറ്റ് വെച്ചിട്ടാണ് റൺ ചെയ്തതെന്ന് മാത്രം. ഓക്കെ, താങ്ക് യു.